നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും 1 PM ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ തള്ളി സുപ്രീംകോടതി. ദൈവത്തെ കൊള്ളയടിച്ചില്ലേ എന്ന കടുത്ത പരാമർശത്തോടെയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരെ കൊല്ലം വിജിലൻസ് കോടതി SIT കസ്റ്റഡിയിൽ വിട്ടു. ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ B മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജി നാളെ വിജിലൻസ് കോടതി പരിഗണിക്കും. ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് കേസിലെ മൂന്നാം പ്രതിയായ എൻ വാസു സുപ്രീം കോടതിയെ സമീപിച്ചത്. ജാമ്യഹർജി തള്ളിയ സുപ്രീം കോടതി എൻ വാസുവിനോട് വിചാരണ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചു. കവർച്ചാ സമയത്ത് ചുമതലയുണ്ടായിരുന്ന ആളാണ് എൻ വാസുവെന്നും ദൈവത്തെ കൊള്ളയടിച്ചില്ലേയെന്നും കോടതിയുടെ പരാമർശം. സ്വർണ്ണപ്പാളികളിൽ വീണ്ടും സ്വർണം പൂശിയത് എന്തിനെന്നും സുപ്രീം കോടതി ചോദിച്ചു. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരെ കൊല്ലം വിജിലൻസ് കോടതി SIT കസ്റ്റഡിയിൽ വിട്ടു. ഒരു ദിവസത്തേക്കാണ് കസ്റ്റഡി. കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ B മുരാരി ബാബുവിന്റെ ജാമ്യഹർജിയിൽ വിജിലൻസ് കോടതി നാളെ വിധി പറയും. ദ്വാരപാലക, കട്ടിളപ്പാളി കേസുകളിൽ മുരാരി ബാബു നൽകിയ ജാമ്യഹർജികളിൽ വാദം പൂർത്തിയായി. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ജാമ്യഹർജി. ജാമ്യം ലഭിച്ചാൽ കേസിൽ പുറത്തിറങ്ങുന്ന ആദ്യ പ്രതിയാകും മുരാരി ബാബു. 24 ഡൽഹി, കൊല്ലം. നിയമസഭയെ പ്രക്ഷുബ്ധമാക്കി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ. സ്വർണ്ണക്കൊള്ള ആവർത്തിക്കാൻ ശ്രമിച്ചതിൽ ദേവസ്വം മന്ത്രി VN വാസവൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ സന്ദർശിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രതിരോധം. സഭ തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷത്തിന് ഉത്സാഹമെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ബഹളത്തിനൊടുവിൽ പിരിഞ്ഞ സഭ ഇനി ചൊവ്വാഴ്ചയെ സമ്മേളിക്കുകയുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാന സഭാ സമ്മേളനത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ ശ്രമം. സഭാരംഭത്തിൽ തന്നെ അതാണ് കണ്ടത്. 2024-25 കാലത്ത് ഗുരുതരമായ ക്രമക്കേടുകൾ ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള സമ്മർദ്ദം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ് എന്ന വിവരം ഞങ്ങൾ അങ്ങയെ അറിയിക്കുന്നു. നിലപാട് വ്യക്തമാക്കി പ്രതിപക്ഷം ബാനറുകളും പ്ലക്കാർഡുകളുമായി സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി. നോട്ടീസ് പോലും നൽകാതെ നേരിട്ട് സഭ സമീപിക്കുന്നതിലേക്ക് പോകുന്നത് ഭീരുത്വമാണെന്നായിരുന്നു ഭരണപക്ഷത്തു നിന്നുള്ള വിമർശനം. ചർച്ച ഈ സന്ദർഭത്തിൽ നടത്തിയപ്പോഴെല്ലാം പ്രതിപക്ഷത്തിന് ഒളിച്ചോടേണ്ടി വന്നിട്ടുണ്ട്, ഇറങ്ങി ഓടേണ്ടി വന്നിട്ടുണ്ട് ഈ സഭയിൽ നിന്ന് എന്നുള്ളതാണ് അനുഭവം. ഭീരുത്വത്തിന്റെ ലജ്ജയില്ലാത്ത പ്രദർശനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായ ശബരിമല വിഷയത്തിൽ ഇനി പ്രതിരോധത്തിലേക്ക് പോകരുതെന്ന് നിശ്ചയിച്ചുറപ്പിച്ചായിരുന്നു ഭരണപക്ഷം. സ്വർണ്ണക്കൊള്ളയിലെ പാർട്ടിപ്പാട്ടിനെ ബദൽപ്പാട്ട് പാടിയും കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയെ ആരോപണത്തിലേക്ക് വലിച്ചിട്ടും ഭരണപക്ഷം തിരിച്ചടിക്കാൻ ശ്രമിച്ചു. സോണിയാഗാന്ധിയെ 2 പ്രാവശ്യം സ്വർണം കൊട്ടവർ കാണാൻ പോയതിനെ പറ്റിയൊന്നും മിണ്ടുന്നില്ലല്ലോ. സർ, സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം. ബഹളത്തിനിടയിലും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയം അവതരിപ്പിച്ചു. നോട്ടീസ് നൽകാതെയുള്ള പ്രതിഷേധം മാതൃകാപരമല്ലെന്ന് സ്പീക്കറും നിലപാടെടുത്തു. ബഹളം പരിധിവിട്ടതോടെ നാളത്തെ സമ്മേളനം റദ്ദാക്കി സഭ പിരിയാമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പ്രതിപക്ഷത്തിന് സഭ നടത്താതിരിക്കലാണ് ആവശ്യം എന്നാണ് തോന്നുന്നത്. എന്തോ പ്രത്യേക ആവശ്യം അവർക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നാളെ ഒഴിവാക്കി ചൊവ്വാഴ്ച ചേരുന്നതായിരിക്കുമല്ലോ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം സ്പീക്കർ അംഗീകരിച്ചതോടെ സഭ പിരിഞ്ഞു. സഭ പിരിഞ്ഞാൽ പ്രകടനമായി പ്രതിപക്ഷം പുറത്തേക്ക് വരുന്ന പതിവ് തെറ്റിച്ച് ഭരണപക്ഷം ആദ്യം പുറത്തെത്തി. പിന്നാലെ പ്രതിപക്ഷവും സഭയ്ക്ക് പുറത്തേക്ക് വന്നു. സോണിയാഗാന്ധിക്കെതിരായ പരാമർശങ്ങളെ രൂക്ഷമായി വിമർശിച്ച പ്രതിപക്ഷ നേതാവ് സഭ അടിച്ചു തകർത്തവരിൽ ജനാധിപത്യത്തിന്റെ ക്ലാസ് വേണ്ടെന്നും തിരിച്ചടിച്ചു. എന്താണെന്ന് മന്ത്രി MP രാജേഷും V ശിവൻകുട്ടി പറഞ്ഞത്? സോണിയാഗാന്ധിയുടെ പേര് വരുന്നത് തമാശയാണത്. സമനില തെറ്റിയവരെ പോലെയാണ് 2 മന്ത്രിമാർ സംസാരിച്ചത്. സോണിയാഗാന്ധിയാണ് സ്വർണ്ണ കേസ് അവർ വന്ന് ബഹളം ഉണ്ടാക്കിയതും അവരാദ്യമായിട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്ന് പ്രതിപക്ഷം വന്നതുപോലെ വന്ന് നിങ്ങളെ കണ്ടതൊക്കെ നല്ല കാര്യമാണ്. കാരണം ഇനി വരാൻ പോകുന്ന 5 കൊല്ലത്തേക്കുള്ള ഒരു റിഹേഴ്സലാണ് ഭരണകക്ഷി നടത്തിയത്. നന്ദി പ്രമേയ ചർച്ചയുടെ ആദ്യ 2 ദിവസവും വെട്ടിച്ചുരുക്കിയെ തുടർന്ന് ഇനി ചൊവ്വാഴ്ചയെ സഭ സമ്മേളിക്കൂ. 24 തിരുവനന്തപുരം. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ചപ്പോൾ നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുകയാണ്. മാർച്ച് സംഘർഷത്തിൽ ആയിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളാണ് അലക്സ് റാം മുഹമ്മദ് നൽകാൻ പോകുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് ഭേദിച്ച് പ്രവർത്തകർ മുന്നോട്ട് കടക്കാൻ ശ്രമിച്ചു. സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ്.
നിയമസഭയിലേക്ക് നടത്തുന്നത്. അലക്സ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഇതിനോടകം തന്നെ പലകുറി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. അനുജ, യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘർഷത്തിലേക്ക് കലാശിച്ചിരിക്കുന്നു. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം വേണം, അതല്ലെങ്കിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. അത് മാത്രമല്ല, ജനവിരുദ്ധ സർക്കാർ രാജിവെക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് അടക്കമുള്ള നേതാക്കൾ ഈ സമരത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. അല്പം മുമ്പ് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് നിയമസഭയിലേക്ക് മാർച്ച് യൂത്ത് കോൺഗ്രസ് ആരംഭിച്ചത്. നിയമസഭാ കവാടത്തിന് തൊട്ടിപ്പുറത്തായി സാധാരണഗതിയിൽ സമരം തടയുന്നിടത്ത് തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് സമരം തടഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമം വന്ന മാത്രയിൽ തന്നെ ആരംഭിക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കണക്കനുസരിച്ച് 3 or 4 തവണ ഇതിനോടകം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ഇതിനോടകം ചില പ്രവർത്തകർ പിന്നിൽ നിന്ന് പോലീസിന്റെ ഈ വരുൺ വാഹനത്തിന് നേരെ കല്ലെറിയുന്നതും ദൃശ്യങ്ങളിലുണ്ട്. നമ്മൾ ആ കല്ലെറിയുന്നതും കണ്ടിരുന്നു. അതായത് നിയമസഭ തുടങ്ങി, കഴിഞ്ഞ ദിവസം നിയമസഭ ആരംഭിച്ചു. ഇന്ന് നിയമസഭയ്ക്കുള്ളിൽ ശബരിമല സ്വർണ്ണക്കള്ള ഉയർത്തി പ്രതിപക്ഷം അതിരൂക്ഷമായ പ്രതിഷേധം ഉയർത്തിയതിന് തൊട്ടു പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ മാർച്ച് എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ കാര്യം. അത് മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നൊരു പശ്ചാത്തലമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എങ്ങനെയായിരിക്കും രാഷ്ട്രീയ അന്തരീക്ഷം, ഈ നിയമസഭാ കാലയളവ് എങ്ങനെ പോകും, ഈ നിയമസഭ തുടരുന്ന ഈ കാലയളവ് എങ്ങനെ പോകും എന്നുള്ളത് ഒരുപക്ഷെ തെളിയിക്കുന്നതായിരിക്കും യൂത്ത് കോൺഗ്രസിന്റെ ഈ തുടക്ക ദിവസത്തിൽ തന്നെയുള്ള മാർച്ച് എന്ന് ഈ സൂചനകൾ നൽകുന്നുണ്ട്. നിയമസഭ ഇന്ന് പ്രതിപക്ഷം പുറത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇനി നിയമസഭ കുറച്ച് ദിവസങ്ങൾ കൂടി നിയമസഭ സ്വാഭാവികമായി ഉണ്ടാവും. ബജറ്റ് സമ്മേളനമാണ്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനവും ബജറ്റ് സമ്മേളനവുമാണ്. അതിൽ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും ഏതൊക്കെ വിധത്തിൽ സമരം കടുപ്പിക്കുമെന്നുള്ളതാണ് ഈ തുടക്ക ദിവസം തന്നെയുള്ള ഈ സമരം കൊണ്ട് യൂത്ത് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അത് നിയമസഭയ്ക്കകത്തും പുറത്തും സമരം ശക്തമാക്കാനാണ് തീരുമാനം. കൊടിക്കമ്പുകളും കൊടിതോരണങ്ങളും ഒക്കെ പോലീസ് വാഹനത്തിന് നേർക്ക് വലിച്ചെറിയുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ഒപ്പം ഈ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമം നടക്കുന്നു. ബാരിക്കേഡ് ഭേദിച്ച് ഉള്ളിലേക്ക് കടക്കാനുള്ള ശ്രമം കാര്യമായി തന്നെ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. 5 തവണ പോലീസ് ഇതിനോട് ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. ഒട്ടുമിക്ക എല്ലാ പ്രവർത്തകരും, അത് വനിതാ പ്രവർത്തകരടക്കം ഈ മാർച്ചിന്റെ ഭാഗമാണ്. ഒട്ടുമിക്ക എല്ലാ പ്രവർത്തകരും ഇതിനോടകം നനഞ്ഞു കുളിച്ചു കഴിഞ്ഞു. പോലീസിന് നേർക്ക് ശക്തമായി കല്ലേറുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം മുതിർന്ന നേതാക്കൾ ഈ സമരത്തിന് നേതൃത്വം നൽകുന്നുണ്ടെങ്കിൽ പോലും അവർ 1-2 വട്ടം നേരത്തെ പ്രവർത്തകരോട് ഒന്ന് പറയുന്നത് കണ്ടിരുന്നു. അവർ കല്ലെറിയരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ പോലീസിന് നേർക്ക് കല്ലേറുണ്ട്. കരിക്കൽ ഉപയോഗിച്ച് പോലീസിന് നേരെ കല്ലെറിയുകയാണ്. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗം 6ാം തവണയും ജലപീരങ്കി പ്രയോഗം നടക്കുകയാണ്. ഈ ബാരിക്കേഡ് വെച്ചിരിക്കുന്നതിന്റെ സൈഡിൽ മതിലിനോട് ചേർന്ന് ഒരു ചെറിയ ഇടവഴിയുണ്ട്. അത് സാധാരണഗതിയിൽ സമരം തുടങ്ങുന്നതിന് മുമ്പ് ചില കാൽനട യാത്രക്കാർക്ക് കടന്നു പോകാനുള്ള ഒരു ഇടമാണ്. ആ ഇടത്തിലുള്ള അകത്തേക്ക് കടക്കാൻ, അതായത് നഗരസഭാ കോമ്പൗണ്ടിലേക്ക് കടക്കാനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുന്നത്. പോലീസുമായ ഒരു നേരിട്ട് ഫൈറ്റിന് അവർ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് ഈ സമരത്തിന്റെ തുടക്കം കൊണ്ട് തന്നെ മനസ്സിലാകുന്നത്. അനുജ, എന്താണെങ്കിലും ശബരിമല വിഷയം ഉയർത്തി സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ പ്രതിഷേധങ്ങളിലേക്ക് കോൺഗ്രസിന്റെ യുവജന വിഭാഗമായ യൂത്ത് കോൺഗ്രസ് കടന്നിരിക്കുന്നു. അതിന്റെ സമരങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ശക്തമായ പ്രതിഷേധം അവർ ഉയർത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ ദൃശ്യങ്ങളടക്കം അത്തരം കാഴ്ചകളുണ്ട്. ഭിന്നശേഷിക്കാരടക്കം സമരത്തിന്റെ ഭാഗമായി ഉണ്ട്. അവരടക്കം ഈ ജലപീരങ്കി പ്രയോഗത്തിൽ നനഞ്ഞു കുളിച്ചെന്ന് മുദ്രാവാക്യം വിളിക്കുന്നതാണ് ദൃശ്യങ്ങളുള്ളത്. അത്തരത്തിൽ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമായി സംസ്ഥാന സർക്കാരിനെതിരെ ഉയരുന്നു. അത് ഈ നിയമസഭ സമ്മേളനം കൂടുന്ന കാലയളവിലടക്കം അത് സഭയ്ക്കകത്തും പുറത്തും അത് ഉയർത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് തുടക്ക ദിവസം തന്നെയുള്ള ഈ മാർച്ചും ഒപ്പം അത് സംഘർഷഭരിതമായതും കാണിക്കുന്നത്. അനുജ, അലക്സ്, ഇതിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളൊക്കെ പങ്കെടുക്കുന്നുണ്ടല്ലോ അല്ലേ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് സമരത്തിന്റെ ഭാഗമാണ്. ഒപ്പം ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറിന്റെ ഭാഗമാണ്. അത്തരത്തിൽ നിരവധിയായ പ്രവർത്തകർ ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്ന് ഈ സമരത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ഒപ്പം വനിതാ പ്രവർത്തകരടക്കമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് അവർ പ്രഖ്യാപിക്കുന്നത്. അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ സംസ്ഥാനത്തൊരു UDF തരംഗം ഉണ്ട് എന്നൊരു വിലയിരുത്തലുണ്ട്. ആ വിലയിരുത്തൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആഞ്ഞടിക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നുണ്ട്. അതിനാൽ സംസ്ഥാന സർക്കാരിനെതിരെ കാര്യമായി തന്നെ സമരം ഉയർത്താനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ഈ നിയമസഭാ സമ്മേളന കാലയളവിൽ തന്നെ ആ സമരം ശക്തിപ്പെടുത്തും എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ. യൂത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് അബിൻ വർക്കി അടക്കമുള്ളവർ ഈ സമരത്തെ നിയന്ത്രിക്കാൻ എത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടന്ന് അകത്തേക്ക് കടക്കാനുള്ള നീക്കമാണ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അവർ ഇടപെട്ടുകൊണ്ട് അത് പിന്തിരിപ്പിക്കുന്നത്. പോലീസ് അകത്ത് അവർ സജ്ജമാണ്. അതായത് അവർ എല്ലാ സംവിധാനവും ഉപയോഗിച്ച് അവരും സജ്ജമാണ്. അതായത് സമരം
അക്രമാസക്തമാകുമെന്നോ സംഘർഷത്തിൽ കലാശിക്കുമെന്നൊക്കെയുള്ള കാര്യം അവർക്കറിയാം. അതാണ് ഈ സമരം ആദ്യഘട്ടത്തിൽ തന്നെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ഇവിടേക്ക് എത്തുന്ന ഘട്ടത്തിൽ തന്നെ പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമവും ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമവും ഒപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയിലാണ് സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ട് നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. 5 തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പോലീസിന്റെ ബാരിക്കേഡ് ഭേദിച്ച് പ്രവർത്തകർ മുന്നോട്ട് കയറാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. തുടർന്ന് പോലീസിന് നേരെ കല്ലേറുണ്ടായി. ആ പ്രതിഷേധം പുരോഗമിക്കുകയാണ്. അലക്സ് തുടരുന്നുണ്ട്. അലക്സ്, ഇപ്പോൾ ഈ ബാരിക്കേഡുകൾ അത് ഭേദിച്ച് മുന്നോട്ട് പോകാനുള്ള വഴിയാണ് പ്രവർത്തകർ നോക്കുന്നതെന്ന് തോന്നുന്നു. ദൃശ്യങ്ങളിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. അനുജ, ഇപ്പോൾ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കണം, അവരുടെ പ്രതിഷേധം അറിയിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. നേരത്തെ അവർ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമമാണ് നടത്തിയിരുന്നത്. അത് നേതാക്കളടക്കം ഇടപെട്ടുകൊണ്ടത് വിഫലമാക്കുന്നതാണ് കണ്ടത്. 6 തവണ പോലീസ് ഈ മാർച്ചിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ചതാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും പ്രവർത്തകർ പിന്തിരിഞ്ഞ് പോയിട്ടില്ല. അവർ ശക്തമായ മുദ്രാവാക്യം വിളികളുമായി തുടരുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. ശക്തമായ പ്രതിഷേധം നടത്തുന്നുണ്ട്. പരിക്കേറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോഴും ഒരു വിഭാഗം പ്രവർത്തകർ ഒരു പ്രദേശത്തെ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമമാണ് ഒരു വിഭാഗം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ആ തരത്തിൽ അത് പുരോഗമിക്കുന്നു. ഇപ്പോഴെന്താ ഈ നേതാക്കൾ ഒരുപക്ഷെ ഈ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ അവർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നതാണ്. മുഖ്യമന്ത്രി സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ പ്രതിഷേധം അവർ ഉയർത്തിവിടുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. നിയമസഭയിലേക്കാണ് അവർ മാർച്ച് നടത്തിയിരിക്കുന്നത്. ഇന്ന് നിയമസഭാ സമ്മേളനം ചേർന്നിരുന്നു. അതിൽ പ്രതിപക്ഷ ഭരണപക്ഷ ബഹളമുണ്ടായിരുന്നു. തുടർന്ന് ചൊവ്വാഴ്ചത്തേക്ക് പിരിയും, ചൊവ്വാഴ്ചയായിരിക്കും ഇനി ചേരുക എന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭാ നടപടികൾ ഇന്ന് പിരിയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധം അരങ്ങേറുകയാണ്. നിയമസഭയിലേക്ക് പോലീസ് ബാരിക്കേഡുകൾ ഭേദിച്ച് അവർ മുന്നോട്ട് കടക്കാൻ ശ്രമിച്ചു. തുടർന്ന് പോലീസ് 5 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർക്ക് നേരെ പോലീസിനെ കല്ലെറിഞ്ഞു പ്രവർത്തകർ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒട്ടേറെ വനിതാ പ്രവർത്തകരും സമരത്തിന്റെ ഭാഗമായുണ്ട്. മുദ്രാവാക്യം മുഴക്കി അവർ നിയമസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. അലക്സ് റാം മുഹമ്മദ് തുടരുന്നുണ്ട്. അലക്സ്, ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധമാണ്, മുദ്രാവാക്യം മുഴക്കിയുള്ള പ്രതിഷേധം. അതായത് 2 വശവും ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു വശത്തേക്ക് പ്രവർത്തകർ എത്തി റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. നമ്മുടെ ദൃശ്യങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളുണ്ട്. ഒജി ജനീഷ്, അതുപോലെ അബിൻ വർക്കി അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ ദൃശ്യങ്ങളിലുണ്ട്. അവർ ഒരുപക്ഷെ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തും അഭിസംബോധന ചെയ്തും സംസാരിക്കുമെന്നുള്ളത് മനസ്സിലാക്കുന്നു. എന്താണെങ്കിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളി തുടരുന്നുണ്ട്. ഏറെക്കുറെ വന്നതിൽ ഏതാണ്ട് 80-85% പ്രവർത്തകർ നനഞ്ഞു കുളിച്ചിട്ടുണ്ട്. അത് 6 തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഈ ദൃശ്യങ്ങളിൽ കാണാം 2 വരുൺ വാഹനങ്ങൾ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തുമായി 2 റോഡുകളിലെ വരുൺ വാഹനങ്ങൾ ഇട്ടിട്ടുണ്ട്. ഈ ബാരിക്കേഡ് ഇങ്ങനെ ഈ 2 ഭാഗത്തേക്കും പ്രവർത്തകർ ഇത് കടന്ന് നിയമസഭയിലേക്ക് കടക്കാതിരിക്കാനുള്ള ക്രമീകരണം പോലീസ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാർച്ചുമായി പ്രവർത്തകർ ഇവിടേക്ക് എത്തിയ ഘട്ടത്തിൽ തന്നെ ഈ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ചില പ്രവർത്തകർ പിന്നിൽ നിന്ന് കല്ല് പോലീസിന് നേരെ എറിയുന്നത് കണ്ടു. ചില നേതാക്കൾ വന്നത് പിന്തിരിപ്പിക്കുന്ന കാഴ്ചയും കണ്ടു. തൊട്ടു പിന്നാലെ തന്നെ ഒരു 3-4 തവണ ആ ഘട്ടത്തിൽ തന്നെ ജലപീരങ്കി പ്രയോഗിച്ചത് കണ്ടു. അതിന് തൊട്ട് പിന്നാലെ നേരത്തെ സൂചിച്ച ഈ ദൃശ്യങ്ങളിലുള്ളതുപോലെ അവിടെ നിന്ന് ബാരിക്കേഡ് ഭേദിച്ച് ഉള്ളിലേക്ക് കടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചു. അതും നേതാക്കൾ ഇടപെട്ട് പിന്തിരിപ്പിച്ചു. അവിടെയും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അങ്ങനെ 6 തവണ പോലീസ് ഈ സമരത്തിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തകർ സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്നത്. നിയമസഭയ്ക്ക് മുന്നിലുള്ള പ്രതിഷേധം അത് തുടരുകയാണ്. സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടിക്കാഴ്ച നിയമസഭയിൽ ഉന്നയിച്ച CPIM-നെ പ്രതിരോധത്തിലാക്കി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കളങ്കിതരെ സ്വീകരിക്കുമോ സോണിയാഗാന്ധി എന്നാണ് കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശിച്ച ചിത്രം പുറത്തുവന്നു. അതേസമയം കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. ഡൽഹിയിലെ സോണിയാഗാന്ധിയുടെ വസതിയിലെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടതുയർത്തിയാണ് ഭരണപക്ഷം സഭയിൽ പ്രതിപക്ഷത്തെ നേരിട്ടത്.
പോറ്റിയെ കയറ്റിയത് ആരാണെന്ന് സോണിയാഗാന്ധിയോട് ചോദിക്കണമെന്ന് മന്ത്രി എം ബി രാജേഷാണ് ആദ്യം പറഞ്ഞത്. തുടർന്ന് സംസാരിച്ച മന്ത്രി വി ശിവൻകുട്ടി 10 ജൻപഥ് റെയ്ഡ് ചെയ്യണമെന്നും സോണിയയെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. പക്ഷേ നിയമസഭയ്ക്ക് പുറത്ത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി പാർട്ടി ലൈൻ തള്ളി. സോണിയാഗാന്ധി കളങ്കിതനായിട്ടുള്ള ഒരാളെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അറസ്റ്റ് ചെയ്യണമെന്ന് താൻ പറയുന്നില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് അദ്ദേഹത്തിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും സഭയ്ക്ക് പുറത്ത് എം ബി രാജേഷ് പിന്നീട് വിശദീകരിച്ചു. അത് അദ്ദേഹത്തിന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായി. എനിക്കങ്ങനെ എന്റെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, ഞങ്ങൾ ആരെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്ന് നിർദ്ദേശിക്കാനുള്ളവരല്ല, ഞങ്ങളത് ചെയ്തിട്ടുമില്ല. ഇല്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ സഭയിൽ പറഞ്ഞതാണല്ലോ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും മുൻ റാന്നി MLA-യും നിലവിലെ CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുമായ രാജു എബ്രഹാമും സന്ദർശനം നടത്തിയ ചിത്രങ്ങൾ പുറത്തുവന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് ഇരുവരും സമ്മാനം നൽകുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. വീട്ടിലെ ചിത്രങ്ങളല്ല ഇവയെന്നും സന്നിധാനത്ത് വെച്ചെടുത്ത ചിത്രങ്ങളാണെന്നുമാണ് രാജു എബ്രഹാമിന്റെ വാദം. ആർക്കും സമ്മാനം നൽകിയിട്ടില്ലെന്നും പോറ്റിയെ തനിക്ക് അറിയാവുന്നത് അയ്യപ്പ ഭക്തനെന്ന നിലയിലാണെന്നും കടകംപള്ളി ഇന്നും ആവർത്തിച്ചു. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ 2025 ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നതുവരെ ഈ പോറ്റിയെ സംബന്ധിച്ച് ഒരു ശരിയായിട്ടുള്ള ഡിവോട്ടി എന്ന നിലയിലല്ലാതെ എനിക്ക് ഒരു തരത്തിലും അയാളെ പരിചയമില്ല, അയാളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ള ധാരാളം പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാൻ ആ 5 വർഷക്കാലവും നിരവധി പ്രാവശ്യം ശബരിമല സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം പോറ്റിയെ കണ്ടിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായി സാമ്പത്തിക ഇടപാടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ED നീക്കം തുടങ്ങി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ED ഉടൻ ചോദ്യം ചെയ്യും. പോറ്റിയുടെ മൊഴിപ്പകർപ്പ് ED ആവശ്യപ്പെടും. ന്യൂസ് ഡെസ്ക് 24. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിപക്ഷത്തിന്റെ രാജി ആവശ്യം തള്ളി ദേവസ്വം മന്ത്രി VN വാസവൻ. തന്റെ രാജി പ്രതിപക്ഷം മുൻപേ ആവശ്യപ്പെടുന്നതാണ്. കള്ളന്മാരെ എല്ലാം ജയിലിലിടും. സ്വർണം തിരിച്ച് അയ്യപ്പന് കൊടുക്കുമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. പ്രധാനമന്ത്രി രാജിവെക്കാൻ പറ്റും. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ കൃത്യമായി കാര്യങ്ങൾ സംതൃപ്തി രേഖപ്പെടുത്തി എൻ്റെ അന്വേഷണത്തിൽ മേൽനോട്ടം വഹിച്ച് മുന്നോട്ട് പോകുന്നു. അത് ഭംഗിയായി നടക്കട്ടെ. പൂർത്തീകരിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ കാര്യം എല്ലാം ക്ലിയറായി വെളിയിൽ വരും. കൃത്യമായി കള്ളന്മാരെല്ലാം പിടിച്ച് ജയിലിലും സ്വർണം ശബരിമല അയ്യപ്പനും കൊടുക്കുന്ന രൂപത്തിലേക്ക് ഈ അന്വേഷണം പൂർത്തീകരിക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPIM-ഉം കോൺഗ്രസും പങ്കാളികളെന്ന് BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ. കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ ഉടനീളം ജനങ്ങളുടെ വിശ്വാസം വല്ലാതെ വ്രണപ്പെട്ടു. ഈ മേഖലയിൽ നിന്ന് വരുന്ന ലക്ഷക്കണക്കിന് ഭക്തർ ശബരിമലയിൽ ആഭരണങ്ങളും സ്വർണവും സമർപ്പിക്കുന്നുണ്ട്. ഇത് മോഷ്ടിക്കപ്പെടുകയാണെന്ന് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. आज जिस तरह से शबरीमला का चोरी का विषय आया और जिस तरह से पूरा देवस्वम बोर्ड को लूट रहा है कम्युनिस्ट पार्टी और संरक्षण दे रहा है लूट को, और केरल के नहीं मैं तो कहूंगा पूरे दक्षिण भारत से विशेषता लाखों भक्त अयप्पा के आते हैं, अपना गहना देते हैं, अपना सोना देते हैं, लेकिन इस सोने की अगर चोरी हो रही है. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതരെ കേന്ദ്രീകരിച്ച് SIT അന്വേഷണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോണുകളുടെ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ SITക്ക് ലഭിച്ചു. ഇതിനിടെ ശബരിമല സന്നിധാനത്തെ കൊടിമര പുനഃപ്രതിഷ്ഠ ദേവപ്രശ്ന വിധിപ്രകാരമെന്ന് സ്ഥിരീകരിക്കുന്ന രേഖകൾ SIT ശേഖരിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉന്നതതല ബന്ധങ്ങൾ കേന്ദ്രീകരിച്ചാണ് SITയുടെ അന്വേഷണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 2 ഫോണുകളുടെ CDR ആണ് SIT പരിശോധിച്ചത്. രാഷ്ട്രീയ നേതാക്കളും പോലീസ് ഉന്നതരും വരെ പോറ്റിയുടെ അടുപ്പക്കാരെന്നാണ് കണ്ടെത്തൽ. ഫോൺ വിളികളിൽ നിന്നും സന്ദേശങ്ങളിൽ നിന്നും നിർണായക വിവരങ്ങൾ SITക്ക് ലഭിച്ചു. ഫോൺ വിളി പട്ടികയിൽ വിവിധ മേഖലകളിലുള്ള വ്യക്തികളുണ്ട്. ഇവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം SIT വിലയിരുത്തി. ഇവരിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുള്ളവരെ കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ്. ഫോൺ വിശദാംശങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ S ശശിധരൻ നേരിട്ടാണ്. ഫോൺ വിവരങ്ങൾ ചോരാതിരിക്കാൻ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട് SIT. പണമിടപാടിന്റെയും യാത്രകളുടെയും വിവരങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റി ഫോണിൽ സൂക്ഷിച്ചിരുന്നു. ശബരിമലയിലെ പഴയ കൊടിമരം മാറ്റിസ്ഥാപിക്കാൻ ഇടയാക്കിയത് കൊടിമരത്തിൽ അനധികൃതമായി പെയിന്റ് അടിച്ചതും ജീർണതയുമാണ്. ഇത് ദോഷമെന്ന് ദേവപ്രശ്നത്തിൽ കണ്ടതോടെയാണ് കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് വഴി തുറന്നത്. ഇത് തെളിയിക്കുന്ന നിർണായക ദേവപ്രശ്ന ചാർത്താണ് SIT ശേഖരിച്ചത്. ചെറുവള്ളി നാരായണൻ നമ്പൂതിരി, കൂറ്റനാട് രാവുണ്ണി പണിക്കർ, തൃക്കുന്നപ്പുഴ ഉദയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ദേവപ്രശ്നം. ദേവപ്രശ്നം നടന്നത് 2014 ജൂൺ 18-നാണ്. UDF സർക്കാർ നിയോഗിച്ച MB ഗോവിന്ദൻ നായർ പ്രസിഡന്റായിട്ടുള്ള ബോർഡ് പുനഃപ്രതിഷ്ഠയ്ക്ക് നിർദ്ദേശിച്ചു. പ്രയാർ ഗോപാലകൃഷ്ണന്റെ ബോർഡ് ഇത് നടപ്പിലാക്കിയെന്നുമാണ് കണ്ടെത്തൽ. കൊടിമര പുനഃപ്രതിഷ്ഠയിലെ സാമ്പത്തിക ഇടപാടുകൾ SIT പരിശോധിച്ചു വരികയാണ്. ഷഫീദ് റൌത്തർ, 24, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം.
കോൺഗ്രസ് എമ്മിന്റെ കോട്ടയം ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ജോസ് കെ മാണിയുടെ സാന്നിധ്യത്തിൽ മുന്നണി മാറ്റം ആവശ്യപ്പെട്ട് നേതാക്കൾ. എന്നാൽ വിമർശനം എന്നത് കെട്ടുകഥ എന്നാണ് ജോസ് കെ മാണിയുടെ പ്രതികരണം. ഇതിനിടെ കൊച്ചി രൂപതാ ബിഷപ്പ് ആന്റണി കാട്ടിപ്പറമ്പിലുമായി ജോസ് കെ മാണി കൂടിക്കാഴ്ച നടത്തി. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ ചർച്ചകൾ ചെയർമാൻ പരസ്യ നിലപാട് പറഞ്ഞിട്ടും അവസാനിക്കുന്നില്ല. മുന്നണി വിടേണ്ടതായിരുന്നുവെന്ന് പാർട്ടി കോട്ടയം ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നേതാക്കൾ പറഞ്ഞു. ജോസ് കെ മാണി പങ്കെടുത്ത യോഗത്തിലാണ് അഭിപ്രായമുയർന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും CPIM CPI വോട്ടുകൾ ലഭിച്ചില്ലെന്നും വിമർശനമുണ്ടായി എന്നത് കഥകൾ മാത്രമെന്ന് വാർത്ത നിഷേധിച്ച് ജോസ് കെ മാണി. അങ്ങനെ ഒരു വിമർശനവും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഈ കഥയെല്ലാം 16-ാം തീയതി തീർന്നെന്ന് ഓർത്ത്. അപ്പോൾ ഏതൊക്കെയാലും വളരെ സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ കേരള കോൺഗ്രസിനെ വലിയ ശക്തിയുള്ള ഒരു പാർട്ടിയാക്കി നിങ്ങൾ മാറ്റി. അത് സന്തോഷമുണ്ട്. അത് മുന്നോട്ട് പൊക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. അതേസമയം ജോസ് കെ മാണി കൊച്ചി രൂപതാ ആസ്ഥാനത്തെത്തി ബിഷപ്പ് ആന്റണി കാട്ടിപ്പറമ്പിലുമായി കൂടിക്കാഴ്ച നടത്തി. സൗഹൃദ സന്ദർശനമെന്ന് ബിഷപ്പ്. ഞങ്ങൾ ജസ്റ്റ് ഒരു കാഷ്വൽ വിസിറ്റാണ് അദ്ദേഹം നടത്തിയത്. രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ സംസാരിച്ചില്ല. സമുദായങ്ങളുടെ ആശങ്കകൾ സർക്കാരിന്റെ മുന്നിലെത്തിക്കുമെന്ന് ജോസ് കെ മാണിയും. സഭയും സർക്കാരുമായുള്ള അകൽച്ചയിൽ അനുനയ നീക്കത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. 24 കൊച്ചി. ഒരു സ്പോർട്സ് വാർത്തയിലേക്ക് കൂടി. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളത്തിന് ജയത്തുടക്കം. പിന്നിൽ നിന്ന് പൊരുതിക്കയറി പഞ്ചാബിനെ 3-1 തോൽപ്പിച്ചു. 26-ാം മിനിറ്റിലാണ് പഞ്ചാബ് ലീഡെടുത്തത്. രണ്ടാം പകുതിയിൽ 3 ഗോൾ തിരിച്ചടിച്ച് കേരളം ജയം പിടിച്ചെടുക്കുകയായിരുന്നു. മുഹമ്മദ് അജ്സൽ ഇരട്ട ഗോൾ നേടിയപ്പോൾ ഒരു ഗോൾ മനോജ് മാർക്കോസിന്റെ വകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.